നേരത്തെ ഞാൻ വക്കം ഖാദറിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലെ എക്കാലവും ഓർമ്മിക്കുന്ന ധീരദേശാഭിമാനികളിൽ ഒരാളാണ് വക്കം ഖാദർ. ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇറങ്ങി തൂക്കുമരണത്തിന് ഇരയായ ധീരദേശാഭിമാനിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 81 വർഷം തികയുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വക്കം ഗ്രാമത്തിൽ 1917 മെയ് 25-ന് വാവാക്കുഞ്ഞ് ഉമ്മുസൽമ ദമ്പതികളുടെ മകനായി ജനിച്ച വക്കം ഖാദർ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽക്കേ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്നു. തന്റെ 26-ാം വയസ്സിലാണ് വക്കം ഖാദർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു കേരളപുത്രന്റെ രക്തം വീണ ചരിത്രത്തിലെ ഒരു അധ്യായമായിരുന്നു അത്. മെട്രിക്കുലേഷൻ കഴിഞ്ഞ് ജീവിതമാർഗത്തിനായി സിംഗപ്പൂരിലെ മലായയിലെത്തിയ ഖാദർ 1938 ഓഗസ്റ്റിൽ ക്ലാങ് എന്ന പ്രദേശത്തെ പൊതുമരാമത്ത് വകുപ്പിൽ ഓവർസിയറായി ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ അത് അധികകാലം തുടരാനായില്ല. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി വിദേശത്ത്, പ്രത്യേകിച്ചും ഏഷ്യയിലുള്ള ഇന്ത്യക്കാർ സംഘടിച്ചിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യ പോരാട്ടത്തിന് രൂപവൽക്കരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന ഖാദർ പിന്നീട് അതിന്റെ പ്രധാനികളിൽ ഒരാളായി മാറി. INA ഭടന്മാർക്ക് പരിശീലനത്തിന് രൂപവൽക്കരിച്ച സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ ഖാദർ ധീരന്മാരുടെ കോർ യൂണിറ്റായ ചാവേർ സ്ക്വാഡിൽ പ്രമുഖനായി. ബ്രിട്ടീഷ് ഭരണം തകർക്കാൻ രഹസ്യ നീക്കത്തിന് INA നിയോഗിച്ച 5-അംഗ സംഘത്തിലെ പ്രധാനിയായി 1942 സെപ്റ്റംബർ 18-ന് ഇന്ത്യയിലെത്തിയ ഖാദർ 9 ദിവസത്തെ കടലിനടിയിലെ യാത്രയ്ക്ക് ശേഷം മലബാറിലെ താനൂർ കടപ്പുറത്തെത്തി. എന്നാൽ അവിടെ വെച്ച് പോലീസ് പിടിയിലാവുകയും പിന്നീട് ബ്രിട്ടീഷ് പട്ടാളം മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ട് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അറസ്റ്റിലായ സംഘത്തെ മദ്രാസ് സെൻട്രൽ ജയിലിലെത്തിച്ച കൊടും പീഡനങ്ങൾക്കിരയാക്കിയ ബ്രിട്ടീഷ് സൈന്യം പിന്നീട് സ്പെഷ്യൽ കോടതിയിൽ വിചാരണ നടത്തി ശിക്ഷ വിധിച്ചു. ഇന്ത്യയുടെ ഭരണവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ജപ്പാന്റെ പ്രതിഫലം പറ്റുന്ന ഏജന്റായി പ്രവർത്തിച്ചുവെന്നും ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാരിന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത രാജാധികാരത്തെ അപമാനിച്ചുവെന്നുമാണ് ഖാദറിന്റെയും സംഘത്തിന്റെയും പേരിൽ ചുമത്തിയ കുറ്റം. തുടർന്ന് വക്കം ഖാദർ അടക്കം 4 ധീരദേശാഭിമാനികളെ 5 വർഷത്തെ കഠിന തടവിന് ശേഷം തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 1943 സെപ്റ്റംബർ 10 വെള്ളിയാഴ്ച അന്ന് രാവിലെ 5 മണിക്ക് 4 ധീരന്മാരായ ദേശാഭിമാനികൾ തൂക്കുമരത്തിന്റെ കീഴിൽ സധൈര്യം നിന്നു. ഇതിനിടെ തന്റെ അന്ത്യാഭിലാഷമായി ഖാദർ ജയിൽ സൂപ്രണ്ടിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതീകമായി തന്നോടൊപ്പം ഒരു ഹിന്ദുവിനെ തൂക്കിലിടണമെന്നായിരുന്നു ആവശ്യം. അക്കാലത്ത് എല്ലാം മതപരമായി വേർതിരിച്ചായിരുന്നു തൂക്കുമരം വിധിച്ചിരുന്നത്. എന്നാൽ ഖാദറിന്റെ ആവശ്യം ജയിൽ സൂപ്രണ്ട് പരിഗണിച്ചു. നിശബ്ദത തളം കെട്ടിയ ആ കൊലയറയിൽ തൂക്കുകയർ കഴുത്തിൽ വീഴുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൊലയട്ടെയെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.